അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു പ്രവാചക വചനം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാത ഇബ്നു ആദം ഇൻഖതാ അമലുഹു ഇല്ലാ മിൻ സലാത്ത്. മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ കർമ്മങ്ങളെല്ലാം നിലച്ചു പോവുകയാണ്, 3 കാര്യങ്ങൾ ഒഴികെ. മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരു കർമ്മവും അവന് ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ. എല്ലാ കർമ്മങ്ങളും എല്ലാ സുഹൃതങ്ങളും നിലച്ചു പോവുകയാണ്. ആ 3 കാര്യങ്ങൾ: 1, സ്വദഖത്തിൻ ജാരിയ, എന്നെന്നും നിലനിൽക്കുന്ന ദാനധർമ്മങ്ങൾ. വഖഫായും അതുപോലെ തന്നെ എന്നെന്നും നിലനിൽക്കുന്നതായ മറ്റു ദാനധർമ്മങ്ങളായും മനുഷ്യൻ നിർവഹിക്കുന്ന ചാരിറ്റികൾ, ദാനധർമ്മങ്ങൾ, എന്നെന്നും നിലനിൽക്കുന്ന ദാനധർമ്മങ്ങൾ. ഒരു മസ്ജിദിന് വേണ്ടി ഒരാൾ ഒരു സംഭാവന നൽകുമ്പോൾ, അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഒരു സംഭാവന നൽകുമ്പോൾ, അതല്ലെങ്കിൽ ഒരു ദീനി മദ്രസയുടെ നിർമ്മാണത്തിന് വേണ്ടി ഒരു സംഭാവന നൽകുമ്പോൾ, അതല്ലെങ്കിൽ സമൂഹത്തിന് ഗുണകരമായ ഒരു സ്ഥാപനത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഒരു സംഭാവന നൽകുമ്പോൾ, അതല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി ഒരു സംഭാവന നൽകുമ്പോൾ, ഈ വ്യക്തി മരിച്ചാലും ആ സ്ഥാപനം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് സ്വദഖത്തിൻ ജാരിയ, എന്നെന്നും നിലനിൽക്കുന്ന ദാനധർമ്മം. ഔ ഇൽമി യുൻതഫഉ ബിഹി, അതല്ലെങ്കിൽ പ്രയോജനപ്പെടുന്ന അറിവ്, ആ വ്യക്തിക്ക് പ്രയോജനപ്പെടുന്ന അറിവ് അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകി. അത് പ്രഭാഷണങ്ങളിലൂടെ, ഗ്രന്ഥങ്ങളിലൂടെ, സ്വന്തം ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് അയാൾ പകർന്നു നൽകി. ആ വിജ്ഞാനം, അയാൾ മരിച്ചുപോയാലും അയാൾ പകർന്നു നൽകിയ അറിവ് അവിടെ നിലനിൽക്കുകയാണ്. അയാളുടെ പ്രഭാഷണത്തിലൂടെയും അയാളുടെ എഴുത്തുകളിലൂടെയും അയാൾ പകർന്നു നൽകുന്ന അറിവ് അവിടെ നിലനിൽക്കുന്നു. അയാളുടെ ജീവിതത്തിലൂടെ ജനങ്ങൾക്ക് അയാൾ പകർന്നു നൽകിയ അനുഭവങ്ങൾ അവിടെ നിലനിൽക്കുകയാണ്. നിലച്ചു പോവാത്ത രണ്ടാമത്തെ കാര്യം പ്രയോജനപ്പെടുന്ന വിജ്ഞാനമാണ്, പ്രയോജനപ്പെടുന്ന അറിവാണ്. 3-ാമത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔ വലദിൻ സ്വാലിഹി യദ്ഉ ലഹു, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സജ്ജനങ്ങളിൽപ്പെട്ട സന്താനം, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സജ്ജനമായിട്ടുള്ള സന്താനം. സ്വാലിഹായ വലത്, നല്ല സന്താനം, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. മരണപ്പെട്ട് കഴിഞ്ഞാലും അയാൾക്ക്, വാപ്പ മരിച്ചിട്ടുണ്ട്, അതോടുകൂടി വാപ്പയുടെ കർമ്മങ്ങൾ നിലച്ചു പോകുന്നില്ല. പ്രാർത്ഥന അവിടെ അവശേഷിക്കുകയാണ്. മകന്റെ പ്രാർത്ഥന, മക്കളുടെ പ്രാർത്ഥന, പേരമക്കളുടെ പ്രാർത്ഥന. ആ 3 കാര്യങ്ങൾ തീർച്ചയായിട്ടും സാധ്യമാവുന്ന അളവിൽ ഈ ദുനിയാവിൽ അവശേഷിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. ഒന്നുകൂടി പറയുന്നു, മനുഷ്യൻ മരിച്ചാലും നിലനിൽക്കുന്ന 3 കർമ്മങ്ങളാണത്. അതിലൊന്ന് ജാരിയായ സ്വദഖയാണ്, എന്നെന്നും നിലനിൽക്കുന്ന ദാനധർമ്മം. 2-ാമത്തേത് പ്രയോജനപ്പെടുന്ന അറിവ്, സമൂഹം ആ അറിവ് പ്രയോജനപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ് അയാളുടെ മരണശേഷവും. അതുപോലെ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അയാളുടെ നല്ല സന്താനം. സഹോദരങ്ങളെ, ഈ 3 കാര്യങ്ങളെയും അവശേഷിപ്പിക്കുന്നവരിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.